ഏത് കാലത്തും ഒന്നിനാലും ബാധിക്കപ്പെടാത്ത ഒരേ രൂപമായിരിക്കുന്നത് സത്ത്. ഒന്നിനാലും ബാധിക്കപ്പെടാതെ ഒരേ രൂപമായിരിക്കുന്നത് സത്ത്. ഏത് കാലത്തിലും മിഥ്യാരൂപമായിരുന്നാലും സത്യം പോലെ വിളങ്ങുന്നതും വിചാരിക്കുന്നതിനാൽ ബാധിക്കപ്പെടുന്നതുമാണ് അസത്ത്. സത്ത് അസത്ത് എന്നിവിടെ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് വേറൊന്നുമല്ല, സത്തെന്ന് പറയുന്ന ആത്മാവിൻ്റെ പ്രഥമ കലയാണ് സത്ത്. ആത്മാവിൻ്റെ രൂപം എന്താണ്? സച്ചിദാനന്ദം. അതിൽ സത്യത്തിൻ്റെ പ്രഥമ കലയാണ്. സത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസത്ത്. അസത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സ്വരൂപത്തെയാണ് പറയുന്നത്. ഈ പ്രപഞ്ച സ്വരൂപത്തെയാണ് അസത്ത് എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ സ്വരൂപം അത് ഒരു കാലത്തും ബാധിക്കാത്ത ആ സത്ത് രൂപം പ്രകടമായിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഞാൻ എവിടെ തൊട്ടാണ് ഈ ഞാനെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഗുരുക്കന്മാർ ചോദിക്കും, എവിടെയാണ് സ്പർശം? ഞാനെന്ന് പറയുമ്പോൾ എവിടെയാണ് സ്പർശം? ഈ ദേഹത്തിലാണോ? ഈ ഇന്ദ്രിയങ്ങളിലാണോ? ഈ മനസ്സിലാണോ? ബുദ്ധിയിലാണോ? ഏതെങ്കിലും ഒരു വിഷയങ്ങൾ, അതായത് ഇതിനെ പറയുന്ന ഓബ്ജക്ട്സ്, ഈ ഓബ്ജക്റ്റ് ഇതിലേതെങ്കിലും വിഷയത്തിലാണോ ഈ സ്പർശം വന്നിട്ട് ഞാനെന്ന് പറയാൻ ഒരാൾക്ക് തോന്നിയത് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഒന്നിനും പിടിച്ചല്ല പറഞ്ഞിരിക്കണം, ഇത് സ്വഭാവസിദ്ധമായി ഞാൻ എന്നുള്ള ഒരനുസന്ധാനം ഇതിൽ നടക്കുകയാണ്. മനസ്സിലല്ലേ? അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അഹമേ പലതല്ല ഏകമാകും. ആ ഏകമായിരിക്കുന്നത് ഈ ആത്മാതൻ. ഇപ്പം ഇത് ആത്മാവിൻ്റെ ഒരു പ്രഥമ കലയാണ് ഈ സത്ത്. ഇതിൻ്റെ വിലക്ഷണമാണ് ഈ പറയുന്ന അസത്ത്. ഇവിടെ പറയണം, ഏത് കാലത്തിലും മിഥ്യാരൂപമായിരുന്നാലും സത്യം പോലെ വിളങ്ങുന്നതും വിചാരിക്കുന്നതിൽ മാത്രം ബാധിക്കപ്പെടുന്നതും അസത്ത്. വാസ്തവത്തിൽ ഈ ലോകം, അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയമായിരിക്കുന്ന ഈ അസത്ത് ഒരു കാലത്തും, അത് എല്ലാ കാലത്തിലും മിഥ്യയായിട്ടാണ് ഇരുന്നാലും അത് സത്യം പോലെ തോന്നിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് വിചാരിച്ച് നോക്കുന്നതിൽ ബാധിക്കപ്പെടും. വിചാരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, ഇതിനെ വിവേകിച്ച് നോക്കുകയാണെങ്കിൽ, വിവേകിക്കുന്ന എങ്ങനെയാണ്? ശ്രുതിയെ പിടിച്ചുകൊണ്ടാണ്. വേദചക്ഷുവിലൂടെ ഇതിനെ നോക്കുന്ന പക്ഷം അവർ പറയുന്നത് ഇത് മിഥ്യയാണെന്ന് തെളിയും. ബാധിക്കപ്പെടുമെന്ന് വെച്ചാൽ മിഥ്യയാണെന്ന് മനസ്സിലാവും. അതെങ്ങനെയെന്നാൽ, മന്ദമായ ഇരുട്ടിൽ ഭൂമിയിൽ കിടക്കുന്ന കയറ്റിൽ ആരോപിക്കപ്പെട്ട പാമ്പ്, മാല, പള്ളം, ജലധാര മുതലായവയെ പോലെ ഭ്രാന്തിക്ക് മുമ്പുള്ള കാലത്തെയും ഭ്രാന്തിക്ക് പിമ്പുള്ള കാലത്തെയും ഭ്രാന്തികാലത്തെയും കയറ് ബാധിക്കപ്പെടാതെ ഒരേ രൂപമായിരിക്കുന്നു. അധ്യാരോപണം ചെയ്യപ്പെട്ട സർപ്പം മുതലായവ ഒരു കാലത്തും താനെ പൊയ്യായിരുന്നാലും പൊയ്യായും ഇല്ലാത്തതായിരുന്നാലും സത്യം എന്നതുപോലെ കാണുന്നവന് കാണപ്പെടുന്നു. പരമാർത്ഥത്തെ വിചാരിക്കയാൽ ബാധിക്കപ്പെടുന്നു. കയറിൻ്റെ ലക്ഷണം സർപ്പം മുതലായവയ്ക്കില്ല, സർപ്പം മുതലായവയുടെ ലക്ഷണം കയറ്റിലില്ല. ആകയാൽ ശബ്ദം, അർത്ഥം, ലക്ഷണം, തോറ്റം, വ്യവഹാരം ഇവ അഞ്ചും ഒന്നിനൊന്ന് വിലക്ഷണമെന്നിങ്ങനെ എങ്ങനെയോ അതുപോലെ സത്തിൻ്റെ ലക്ഷണം ദേഹാദി പ്രപഞ്ചത്തിനില്ല, അസത്തിൻ്റെ ലക്ഷണം പ്രത്യേകാത്മാവിലില്ല. ഇങ്ങനെ വിലക്ഷണമായിരിക്കുന്നതിനാൽ വിചാരിച്ച് സത്തിനും അസത്തിനും ഭേദത്തെ അറിയണം. ഈ സത്ത് അസത്തുകളാണല്ലോ വാസ്തവത്തിൽ ആത്മാവായിട്ടും പ്രപഞ്ചമായിട്ടും ഇരിക്കുന്നത്. പ്രപഞ്ചം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹമടക്കമെല്ലാം ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ദേഹം, ഇതെല്ലാം അതിൽ തോന്നുന്നതാണ്, ഇതെല്ലാം ഇതിൽ ദൃശ്യമാവുന്നതാണ്. ഈ ദൃശ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം ദൃക്കിന് വിലക്ഷണമാണ്. നമ്മൾ പറഞ്ഞു, ഈ അസത്ത് രൂപമായിട്ടാണ് ഈ പ്രപഞ്ചം ഇതിൽ വിളങ്ങുന്നത്. ആത്മാവാണെങ്കിലോ സത്രൂപമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഉദാഹരിച്ച് സ്വാമി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മന്ദമായ ഇരുട്ടിൽ ഭൂമിയിൽ കിടക്കുന്ന കയറ്റിൽ ആരോപിക്കപ്പെട്ട പാമ്പ്
ജലധാര മുതലായവ ഭ്രാന്തിക്ക് മുമ്പുള്ള കാലത്തിലെയും ഭ്രാന്തിക്ക് പിമ്പുള്ള കാലത്തിലെയും ഭ്രാന്തി കാലത്തിലെയും കയറ് ബാധിക്കപ്പെടാതെ ഒരേ രൂപമായിരിക്കുന്നു. അത് നമുക്ക് ആ കയർ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. അത് ഭ്രാന്തിക്ക് മുമ്പിരുന്ന പോലെ തന്നെ ഭ്രാന്തിക്ക് പിൻപും ഇരിക്കും. ഭ്രാന്തി കാലങ്ങളിലും കയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ അതിൽ ആരോപിക്കപ്പെട്ട സർപ്പം അത് മുമ്പിരുന്ന പോലെ അല്ല പിന്നെ ഇരിക്കുന്നത്. ഭ്രാന്തി കാലത്താൽ മാറിയിരിക്കുകയാണ്, മാറി വരും. ഇത് പറയുന്നു, കയറ് ബാധിക്കപ്പെടാതെ ഇരിക്കുന്നു. അധ്യാരോപണം ചെയ്യപ്പെട്ട സർപ്പം, അതിൽ തോന്നിയ സർപ്പം മുതലായവ എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടല്ലോ. ഒരു കാലത്ത് താനെ പൊയ്യായും ഇല്ലാത്തതായും ഇരുന്നാലും സത്യം എന്ന പോലെ കാണുന്നവന് കാണപ്പെടുന്നു. പരമാർത്ഥത്തെ വിചാരിക്കാൽ ബാധിക്കപ്പെടും. കയറ്റിന്റെ ലക്ഷണം സർപ്പം മുതലായവയിലില്ല, സർപ്പം മുതലായവയുടെ ലക്ഷണം കയറ്റിലില്ല. ആകയാൽ ശബ്ദം, അർത്ഥം, ലക്ഷണം, തോറ്റം, വ്യവഹാരം ഇവ അഞ്ചും ഒന്നിനൊന്ന് വിലക്ഷണമെന്ന് എങ്ങനെയോ അതുപോലെ സത്തിന്റെ ലക്ഷണം ദേഹാദി പ്രപഞ്ചത്തിനില്ല, അസത്തിന്റെ ലക്ഷണം പ്രത്യേകാത്മാവിലില്ല. ഇങ്ങനെ വിലക്ഷണമായിരിക്കുന്നതിനാൽ വിചാരിച്ച് സത്തിനും അസത്തിനും ഭേദത്തെ അറിയണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സത്തെന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രഥമ കല എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ആർക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് സത്തിനെ പിടിച്ച് ഇതിൽ കയറാൻ പറഞ്ഞത്. അതാണ് ഉണ്മ. ആ ഉണ്മയെ അറിഞ്ഞാൽ രമണ ഭഗവാനും അതാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് ഇതിലോട്ട് വരാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ സ്വാമി വേറൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഈ വിരക്തി ഇന്നത് വിടണം എന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. കേവലം ഈ സത്തിനെ, ഈ ഉണ്മയെ പിടിച്ചുകൊണ്ട് ഇതിൽ വരാൻ. അപ്പോൾ ഇതൊരു പിടിവള്ളിയാണ്. ഓക്കെ, ഞാനൊന്ന് തോന്നുന്നില്ല ഞാൻ ആരാണ് എന്ന് പതുക്കെ ഏകാന്തത്തിൽ ഇരുന്ന് നോക്കുന്നതിനെയാണ് ധ്യാനമായിട്ടും, ധ്യാനത്തിൻ്റെ ദൃഷ്ടിയിൽ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്, ഈ വിചാരപൂർവകമായ ഈ അന്വേഷണത്തിനെയാണ് ധ്യാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് സുഷുപ്തി പോലെ ഇരിക്കുന്നതല്ല. സുഷുപ്തിയിലെല്ലാം മറന്നു, വീടും മറന്നു, മക്കളെ മറന്നു, തൻ്റെ ഉദ്യോഗത്തെ മറന്നു, അങ്ങനെ ഇരിക്കുന്നതല്ല. അതിപ്പോൾ അങ്ങനെ ഇരുന്ന് എത്ര സുഷുപ്തി നമ്മൾ ഇതിനകം അനുഭവിച്ച് തീർത്തു. എന്നിട്ട് ആരുടെയെങ്കിലും ഒരു അജ്ഞാനം മാറിയോ? ആരുടെ അജ്ഞാനം മാറില്ല. അജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തോടുള്ള ആഭിമുഖ്യം ആർക്കെങ്കിലും മാറിയോ? ഇതിനെ വേണമെന്നുള്ള ആഗ്രഹം ആർക്കെങ്കിലും മാറിയോ? മാറിയില്ല. കാരണം മാറില്ല. എന്തുകൊണ്ട്? അത് അജ്ഞാനത്തിന് പോഷണമാണ്. ഈ സ്വരൂപജ്ഞാനം എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളിപ്പോൾ അവിടെ വായിച്ചതാണ്. സ്വരൂപജ്ഞാനവും വൃത്തിജ്ഞാനവും ഇത് രണ്ട് ജ്ഞാനങ്ങളാണ്. അതിൽ സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് സാമാന്യമായിട്ട് വിളങ്ങുന്ന ജ്ഞാനമാണ്. ഈ സാമാന്യ ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഞാനെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാനെന്ന് പറയില്ല. അഹമഹം എന്ന് അതൊക്കെ ആരായെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് ശരിക്കും ആരാഞ്ഞാലേ പറ്റുള്ളൂ. ഈ ആരാഞ്ഞ് ചെന്നാലേ ശരിക്കുള്ള അഹത്തെ ഒരാൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുള്ളൂ. അത് എങ്ങനെയാണ്? കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നിശ്ചയിക്കാനോ കാണാനോ ഒക്കുന്നതല്ല. അതായിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം ഇതിലേർപ്പെടും. ഏതായിട്ട്? ആ സത്താകാരമായിട്ട് ഇരിക്കും ഇതിൽ. അതിന് സമാധിയായിട്ട് പറഞ്ഞില്ല. എന്ന് വെച്ചാൽ കണ്ണ് തുറന്നിരിക്കും. സ്വാമി പറഞ്ഞ എങ്ങനെയാണ്? കണ്ണ് തുറന്നിരിക്കും. ഈ കണ്ണ് തുറന്നാലും ഇതൊന്നും ദൃശ്യമല്ല. ഇനി പോട്ടെ, ഒരുപക്ഷെ ദൃശ്യമായിക്കോട്ടെ, അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു നിലയാണ് സമാധി അനുഭവം. ഇത് എങ്ങനെയാണ് ഇതിലുണ്ടായതെന്ന് ചോദിച്ചാൽ പറയുന്നത് ഈ സത്തിനെ പിടിച്ചാണ്. ഈ സത്തിനെ പിടിച്ച് തൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ എങ്ങനെ ചെല്ലും? നമ്മൾ വെളിയിലോട്ട് നിർത്തി ബഹിർമുഖ വൃത്തികളെ നമ്മൾ ഉപശമിപ്പിച്ചാൽ സ്വാഭാവികമാണ് ഈ അന്തർമുഖ വൃത്തി. മനസ്സിലായി? ചേച്ചി, നമ്മൾ ഉറങ്ങണം എങ്ങനെയാണ്? ചേച്ചി പറഞ്ഞു, അടുക്കളയിൽ മറ്റേ നാളത്തേക്ക് ആട്ടി വെച്ചില്ല, അതിൽ ഉലുവ അരച്ചില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നി ഓരോരോ കാര്യങ്ങളിൽ വെളിപ്പെട്ട് മനസ്സ് നിൽക്കുന്നത് ഒരു നിമിഷം കൊണ്ട് അതിനെ ഉപശമിപ്പിക്കുന്ന ഒരു വിധം എന്തിനാണ്? ഇനിയല്ല നാളെ എന്ന് അല്ലേ? എങ്ങനെയല്ലേ? പെട്ടെന്ന് തന്നെ അയാൾ ഉറങ്ങും. ഉറങ്ങുക വെച്ചാൽ ബഹിർമുഖം വിട്ടു എന്നാണ് അർത്ഥം, വേറെ ഒന്നുമില്ല.
ഈ രൂപത്തിലാണ് ബഹിർമുഖ വൃത്തികളെ തടയാറുള്ളത്. ബഹിർമുഖ വൃത്തി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ ഉടനെ അന്തർമുഖം എങ്ങനെയായി? ഇയാൾ ഉറങ്ങുകയല്ലേ, ടക്കെന്ന് ഇയാളെ മനസ്സ് എല്ലാ വിചാരങ്ങളും എല്ലാ സങ്കല്പങ്ങളും വിട്ട് ഇത് ഉറക്കമായി. ഇതുപോലെ തന്നെ ഇതിലെ ട്രിക്ക് ഇതാണ്. പക്ഷേ അത് എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ ഇത് ബോധപൂർവം അല്ല. ഇത് ഈ പ്രവൃത്തി ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ബോധപൂർവ്വം നടന്നാലേ പറ്റുള്ളൂ. അതിനെന്ത് വേണം? ഈ ലോകത്തോട് ഉള്ള ആഭിമുഖ്യം കുറഞ്ഞു വരണം. അപ്പം ഇതുമായിട്ട് ഇത് കണ്ടു എന്നാൽ കണ്ടില്ല. അപ്പോൾ ഇത് വിട്ടല്ല ഇത് നിൽക്കുന്നത്. പക്ഷേ ഇതിൽ സാമാന്യമായിട്ട് ഇതിൽ വേണം. ഇതാണ് നമ്മളെ ഈശ്വരൻ ഉണർത്തി നിർത്തിയിരിക്കുന്നത്. ഈശ്വരൻ ഉണർത്തിയില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം അവിടെ എവിടെയൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നതിന് ആർക്കും എന്തെന്ന് പോലും അറിയാത്തില്ല. മനസ്സിലായി? ഈശ്വരൻ തന് കർണങ്ങൾ കൊടുത്ത് സൃഷ്ടി ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവരെയും സുഷുപ്തിയിൽ നിന്ന് ഉണർത്തിയെന്നാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്തെല്ലാ ആളുകളെല്ലാവരും അവിടെ എവിടെ ഉറങ്ങിക്കൊണ്ട് കിടക്കും, ഇത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, അപ്പോൾ പിന്നെ ആഹാരം വേണ്ടേ, അപ്പോൾ വേറൊന്നും വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണ്ട, ഒന്നും വേണ്ട. വാസ്തവത്തിൽ സുഷുപ്തിയിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. ശിവസ്വാമി പറയുന്നത് ഇതിങ്ങനെയാണ്, നമുക്ക് 24 മണിക്കൂറാണ് ഒരു ദിവസം അല്ലേ? ഇതിൽ 12 മണിക്കൂർ ഉറക്കമായിട്ട് പോവുകയാണ്, 12 മണിക്കൂർ നമ്മൾ വ്യവഹാരമായിട്ട് നിൽക്കുകയാണ്. ഈ വ്യവഹാരം കഴിഞ്ഞ് 12 മണിക്കൂർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ആർക്കെങ്കിലും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യുന്നില്ല. കാരണം എന്താണ്? മനസ്സിന് അവിടെ പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ട് വേറെ ഇല്ല. അത് ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു സമാധി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ വിശപ്പും ദാഹവും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, അവർക്കില്ല. വിശപ്പും ദാഹവും ഒക്കെ ഈ പ്രാണനാണ്, മനസ്സിനാണ്. പ്രാണന് മനസ്സുമായിട്ടുള്ള റിലേഷൻ അറിയാം. എന്താണ് അറിയാം? പ്രാണന്റെ അങ്കുരമാണ് മനസ്സ്. പ്രാണനാണ് ഇതിൽ ഇരിക്കുന്നത്, അതിൻ്റെ അങ്കുരം, അതിൻ്റെ ടോപ്പ് സാധനമൊന്നും മനസ്സാണ്. പ്രാണൻ തന്നെയാണ് മനസ്സ്. അപ്പോൾ ഈ മനസ്സ് അറ്റ നിൽക്കുന്ന നിലയിൽ ഒരാൾക്ക് ഒന്നും വേണ്ട, ലോകത്ത് ഒരു വസ്തുക്കളുടെ ആവശ്യം അവർക്ക് ആക്കില്ല. ഇതിന് ഒരു ഉത്തമ ഉദാഹരണം ചിന്മയസ്വാമി ചൂണ്ടിക്കാണിച്ചത് സുഷുപ്തി തന്നെയാണ്. സുഷുപ്തിയിൽ ആർക്കെങ്കിലും ഇടയ്ക്ക് വെച്ച് വിശക്കുന്നു പറഞ്ഞ് ആരെങ്കിലും ചാടി എണീറ്റ് ആഹാരം കഴിക്കുന്നുണ്ടോ? ഇല്ല. 12 മണിക്കൂർ എന്നാണ് പറയേണ്ടത്. 12 മണിക്കൂറില്ല, പോട്ടെ. ഇപ്പോൾ ആ രാത്രി 12 എന്ന് പറഞ്ഞതാണ്. ഈ 12 മണിക്കൂർ നിങ്ങൾക്ക് വിശക്കുമോ? ആർക്കെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ വിശക്കുമോ? നല്ല വിശപ്പുള്ള ഒരു കുട്ടി രാത്രി ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അച്ഛൻ പലഹാരമായിട്ടൊക്കെ വരുന്നത് വെച്ചുള്ളൊരു കഥ പറയും. അപ്പോൾ അമ്മ പറയും, മോന് ഒന്നും കഴിച്ചില്ല, അവന് നല്ല വിശപ്പുണ്ടായിരുന്നു, കിടന്നുപോയി. അപ്പോൾ നീ കൊണ്ടെന്ന് പറയും പലഹാരം. അപ്പോൾ വന്ന് മോനെ അച്ഛൻ വന്നടാ, പലഹാരമൊക്കെ കൊണ്ടുവന്നു, നിനക്ക് വേണ്ടേ? അവൻ എണീക്കില്ല. അവന് വായിൽ വെച്ചുകൊണ്ട് അവൻ വേണ്ടെന്ന് പറയും. അവനിതിന് ആവശ്യമില്ല, കാരണം ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അവനെ സംബന്ധിച്ച് അവനിനി ഒന്നിൻ്റെ ആവശ്യവും ഇല്ല അവന്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് സുഷുപ്തിയിൽ ഈ മനസ്സ് ലയിച്ചു പോയപ്പോൾ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ വേറെ ഇല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഉറങ്ങിക്കൊണ്ട് കിടക്കും അല്ലേ? നമ്മളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് കിടക്കും. അപ്പോൾ അയ്യോ ചോറ് വെച്ചിട്ടുണ്ടേ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ലേ എത്രയോ കാലം കുംഭകർണൻ വരം വാങ്ങിച്ചല്ലോ. 6 മാസം ഉറങ്ങാനുള്ള വരവാണ് വാങ്ങിച്ചത്. കുംഭകർണൻ എന്നിട്ട് ഉറക്കം ആരംഭിച്ച് കുംഭകർണന് വിശന്നോ? 6 മാസം കഴിഞ്ഞ സമയത്തെങ്ങാനാണ്. കഥ എത്ര വ്യക്തമല്ല അല്ലേ? അറിയാമോ? കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് രാവണൻ യുദ്ധത്തിൽ വല്ലാത്ത ഒരു നിലയിലേക്കൊക്കെ വന്നു. പിന്നെ ഈ അനിയനെ വിളിച്ചുണർത്തി അവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് ഉണർത്തേണ്ട ചെയ്ത്. അപ്പോൾ ഉണർന്നിട്ട് ടപ്പെന്ന് എഴുതി വന്നു. അപ്പോഴും അദ്ദേഹത്തിന് പറഞ്ഞു, സീതാമാതാവ് അത് ഒരിക്കലും അങ്ങനെ ഒരു നിയമം ഇല്ല, വിരുദ്ധമാണ്, ഇപ്പോൾ വിരുദ്ധമായ കർമ്മമാണ് ചെയ്യുന്നത്. പക്ഷേ കുംഭകർണന് ജ്ഞാനം ഉണ്ടായില്ലല്ലോ, അല്പം പോലും വിവേകം ഉണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ 6 മാസത്തെ ഉറക്കം കൊണ്ട് ഇയാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ ജ്യേഷ്ഠ അത് തെറ്റാണെന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. ആദ്യം പറഞ്ഞെങ്കിലും അതിന് ശക്തിയില്ലല്ലോ. പിന്നെ ഇയാൾക്ക് വേണ്ടി നിന്നില്ലേ?
അല്ലേ? അങ്ങനെയൊക്കെയല്ലേ കഥ? നമ്മളിപ്പോൾ പറയുന്നത് കഥയല്ല. ഇതിനകത്ത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ അജ്ഞാനം നശിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കും എല്ലാം വിസ്മരിച്ച് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നത് ധ്യാനമാണ്. അത് ധ്യാനമല്ല കേട്ടോ, അത് ഉറക്കമാണ്. അതാണ് ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അത് ഉറക്കമാണ്. കാരണം എന്താണ്? അങ്ങനെ ഇരുന്നാലും ഒന്നുമില്ല, ലോകം തോന്നില്ല, ഈ ദേഹം തോന്നില്ല. എന്തിനു പറയുന്നത്? ഈ വേറെൻ്റെ ഇല്ല, അതുകൊണ്ട് വിശപ്പ് തോന്നില്ല. അത് സമാധിയാണോ? അല്ലെ അത് ഉറക്കമോ? അത് കേവലം ഉറക്കമാണ്. സമാധി അങ്ങനെയല്ല. ഇതിനാണ് വൃത്തിജ്ഞാനം എന്നാണ് എൻ്റെ പേര്. സ്വരൂപജ്ഞാനമെന്തും വൃത്തിജ്ഞാനമെന്തും ജ്യോതിജ്ഞാനം ഇരണ്ടാവും. 2 തരം ജ്ഞാനങ്ങളാണ് ഇതിലുള്ളത്. എല്ലാവരും സ്വരൂപജ്ഞാനികളാണ്. നമ്മളൊക്കെ ജ്ഞാനികളാണ്, സ്വരൂപജ്ഞാനികളെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഉണ്ടെന്നുള്ളത് ആർക്കും നിഷേധിക്കാനൊക്കാത്ത സത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു, അല്ലേ? ഞാനില്ലെന്ന് ആരെങ്കിലും പറയൂ? ആരും പറയില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ആ സത്യം എല്ലാവർക്കും പ്രകാശിക്കുന്നു. ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ വേർതിരിക്കാതെ ഈ സത്ത് പ്രകാശിച്ചിരിക്കുന്നു എല്ലാവർക്കും. ഇതിനെ മനസ്സിലാക്കിയാണ് രമണ ഭഗവാൻ ആ ഉപദേശം തുടങ്ങിയത്. ഭഗവാൻ പറഞ്ഞു ആ ഉണ്മയെ നീ പിടിക്കാൻ പറഞ്ഞു. അത് വാസ്തവത്തിൽ അത് ആരാണ്, എന്താണെന്ന് നീ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്നത് ഉന്നതമായ അഭ്യാസമാണ്, ഏറ്റവും വലിയ അഭ്യാസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ. ഇതാണ് പറഞ്ഞത്. അപ്പം സത്തിനെ പറ്റി പറഞ്ഞു, സത്തിൻ്റെ ലക്ഷണം പറഞ്ഞു. ഇനി സ്വാമി, ഞാൻ ഒരു പോർഷൻ എടുത്ത് വായിക്കുകയാണ്. ഇനി സ്വാമി പറയാണ്, ചിത്തിനും ജഡത്തിനുമുള്ള വൈലക്ഷണ്യത്തെ ചൊല്ലുന്നു. സൂര്യൻ മുതലായ പ്രകാശത്തെ ആശ്രയിക്കാതെ തന്നോട് പ്രകാശത്തിനാൽ പ്രകാശിച്ചും കൊണ്ട് ഇരിക്കുന്നതായും തന്നിടത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ജഡത്തെയും പ്രകാശിപ്പിക്കുന്നതായും ഇരിക്കുന്നു. അതിനാലാണ് സൂര്യൻ മുതലായ മണ്ണ് മുതലായ അപ്രകാശ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് ഏതോ അത് തന്നെയാണ് ചിത്തം എന്ന് പറയുന്നത്. സ്വാമി ഇവിടെ സൂര്യൻ മുതലായ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യനും ജഡമെന്ന് പറഞ്ഞത്. സൂര്യൻ മുതലായ മണ്ണ് മുതലായ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന ഏതോ അത് തന്നെയാണ് ചിത്തം. ഇനി ജഡലക്ഷണത്തെ പറ്റി പറയണം. ജഡലക്ഷണം എങ്ങനെയെന്നാൽ സ്വയമായി പ്രകാശം ഇല്ലാത്തതായും അന്യവസ്തുക്കളെ പ്രകാശിപ്പിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതായും ഇരിക്കുന്നത് ഏതോ അതാണ് ജഡം. എന്താണ് ജഡം എന്നിവിടെ പറഞ്ഞ് പരാമർശിച്ച സത്ത് ചിത്ത ആനന്ദം, അതിന് നേരെ വിപരീതമായിട്ട് അനിരുദ്ധ ജഡ ദുഃഖം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അനിരുദ്ധ ജഡ ദുഃഖം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ചിത്തിനെ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ചിത്തം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ചിത്തം എന്ന് പറയുന്നത്. ഇവിടെ സ്വാമി പറഞ്ഞാൽ സൂര്യൻ മുതലായ അപ്രകാശ വസ്തുക്കളെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യനും പ്രകാശമില്ല എന്നാണ് അർത്ഥം. അതെങ്ങനെ? ചൈതന്യമായിട്ടുള്ള പ്രകാശമാണ് പറഞ്ഞത്. ജഡലക്ഷണത്തെ പറ്റി പറഞ്ഞതിനാണ് സ്വയമായി പ്രകാശമില്ലാത്തതായും അന്യവസ്തുക്കളെ പ്രകാശിപ്പിക്കാനുള്ള യോഗ്യത ഇല്ലാത്തതായി ഇരിക്കുന്നത് ഏത്? അത് ജഡം. ഈ രണ്ടിനും ദൃഷ്ടാന്തം സൂര്യൻ ലോകക്കാഴ്ച സംബന്ധിച്ച് വേറൊരു പ്രകാശത്തെ അപേക്ഷിക്കാതെ താനും പ്രകാശിച്ചുകൊണ്ട് തൻ്റെ പ്രകാശം ഏതു വസ്തുക്കളിൽ പ്രവേശിക്കുന്നുവോ ആ ഘടപടാതി വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ചിത്പ്രകാശമെന്നും അറിയത്തക്കത്. ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം സൂര്യൻ എങ്ങനെയാണ് ലോക കാഴ്ചയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറൊരു പ്രകാശത്തെ അപേക്ഷിക്കാതെ താനും പ്രകാശിച്ചുകൊണ്ട് തൻ്റെ പ്രകാശം ഏത് വസ്തുക്കളിൽ പ്രവേശിക്കുന്നോ ആ ഘടപടാതി വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെയാണ് ചിത്ത് എന്ന് മനസ്സിലാക്കുക. ഘടപടാതി വസ്തുക്കൾ താനെ പ്രകാശിക്കുന്നില്ല, അന്യമായ വസ്തുക്കളെ പ്രകാശിപ്പിക്കാനുള്ള യോഗ്യതയും അതിനില്ല. ഇതാണ് ജഡവസ്തു. അതിനാൽ സൂര്യനും ഘടം മുതലായവയും ശബ്ദം മുതലായ 5 വിധമായ വൈലക്ഷണ്യം എങ്ങനെയോ അതുപോലെ ചിത്തിനും ജഡത്തിനും വൈലക്ഷണ്യം ഉണ്ടെന്നറിയുക. വിലക്ഷണം, അത് വിലക്ഷണമാണ്. ഈ 5 കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ശബ്ദം തുടങ്ങിയ ശബ്ദം, അർത്ഥം, ലക്ഷണം, തോറ്റം, വ്യവഹാരം, ഇവ 5 ഒന്നിനൊന്ന് വൈലക്ഷണ്യമാണ്. ശബ്ദമല്ല തോറ്റം, തോറ്റമല്ല ലക്ഷണം, ലക്ഷണമല്ല അർത്ഥം. ഇത് പരസ്പരം വൈരുദ്ധ്യങ്ങളുള്ളതാണ്. ഇതുപോലെയാണ് ഉള്ള രൂപത്തിലാണ് ഇതിരിക്കുന്നത്. ജഡത്തെപ്പറ്റി പറയുമ്പോൾ അന്യമായ ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ള യോഗ്യതയും അതിനില്ല. ഇതാണ് ജഡവസ്തു. അതിനാൽ
സൂര്യനും കടം മുതലായവയ്ക്കും ശബ്ദം മുതലായ 5 വിധമായ വൈലക്ഷണ്യം എങ്ങനെയോ അതുപോലെ ചിത്തിനും ജഡത്തിനും വൈലക്ഷണ്യമുണ്ടെന്നറിയണം. ഇങ്ങനെ അറിയുന്നത് കൊണ്ട് ഫലം എന്താണെന്നാണെങ്കിൽ ലോകത്തിൽ പ്രകാശിക്കപ്പെടുന്ന വസ്തുക്കളുടെ വികാരങ്ങൾ പ്രകാശിപ്പിക്കുന്ന വസ്തുവെ ഒരു കാലത്തും തൊടാൻ സാധിക്കയില്ലെന്നറിയുക. ഇത് തന്നെയാണ് ഫലം. ലോകത്തിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തുവിൻ്റെ വികാരങ്ങൾ പ്രകാശിപ്പിക്കുന്ന വസ്തുവിനെ തൊടുന്നില്ല, ഒരിക്കലും തൊടുന്നില്ല. ഇതാണ് നമ്മൾ അറിയാനുള്ളത്. ഇവിടെ നമുക്ക് പറഞ്ഞു തന്നു, ഈ ആത്മാ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് ഒന്നിലും തൊടാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജീവൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതല്ല, ആത്മാവ് അതല്ല. അതിനും പറയാം, അതിന് സാക്ഷിയായി നിൽക്കുകയാണ്. നമ്മൾ ചിന്തിച്ചോ തർക്കിച്ചോ ഊഹിച്ചോ ഏതൊരു വിധത്തിലും ഇത് നമുക്ക് ദൃശ്യമാകുന്നില്ല. ഇത് നമ്മുടെ സ്വരൂപമാണ്. അതാണ് സർവത്ര പരിപൂർണമായി വ്യാപിച്ചിരിക്കുന്നത്. ആകാശം പോലെ നിർമ്മലമായിരിക്കുന്നത് ആ സ്വരൂപം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രാപ്തി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, വേദം പറഞ്ഞ രൂപത്തിൽ ഇതിനെ വിചാരം ചെയ്ത് സമാധി ഉണ്ടാവണം. ഇതിൽ സമാധി അനുഭവം ഉണ്ടാക്കണം. അതെങ്ങനെയാണ് സമാധി അനുഭവം? നമ്മൾ സുഷുപ്തി അനുഭവം നമുക്ക് ദിവസം അറിയാം. മനസ്സ് ലയിച്ച സുഷുപ്തി. ഇവിടെ മനസ്സറ്റ സമാധി. മനസ്സറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിന് ഇഷ്ടമുള്ള ഈ കാര്യങ്ങൾ ഇതിനെ ബോധ്യപ്പെടുത്തണം. ഇതൊക്കെ കേവലം അനുദിച്ച ദുഃഖരൂപമാണ്. ഇത് വാസ്തവത്തിൽ ഇതിൽ സുഖമില്ല, ഇതിൽ ചൈതന്യമില്ല. ഇത് വാസ്തവത്തിൽ ഉള്ളതേ അല്ല. കയറിൽ പാമ്പ് പോലെ. കയറിൽ പാമ്പ് തോന്നി ആ പാമ്പ് വ്യവഹരിക്കുന്ന സമയത്തും വാസ്തവത്തിൽ കയറിൽ പാമ്പില്ല, അത് വെറുതെ ഒരു തോന്നൽ മാത്രമാണ്, അല്ലേ? പക്ഷെ തോന്നി വ്യവഹരിക്കുമ്പോൾ പാമ്പ് എന്നുള്ള ആ വ്യവഹാരത്തെ സ്വീകരിക്കുന്നില്ല എല്ലാവരും. ഇതുപോലെയാണ് ഈ പ്രപഞ്ചവും ഇതിലിരിക്കുന്നത്. ഈ അറിവിൽ ഈ പ്രപഞ്ചം തോന്നുകയും മറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ പരമാർത്ഥം കൽപ്പിച്ചതുകൊണ്ട് മനസ്സെന്നുള്ള ഖ്യാതി ഇതിൽ നിലനിൽക്കുകയാണ്. ഈ ഖ്യാതിയെ ഉപശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ശുദ്ധ്യാനുസാരമായ വിചാരങ്ങളെ കൊണ്ട്, വിവേകത്തെ കൊണ്ട് ഇതിനെ നിഷേധിച്ച് നിന്ന് ആ സമാധി ഇതിൽ ഉത്ഭവിച്ചാൽ അവർ പറയുന്നു ഇതെല്ലാം പരമാർത്ഥം എന്നുള്ള അനുഭവത്തിൽ തന്നെ വരും ഒരാൾ. അതുവരെയും പറഞ്ഞുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. അനുഭവിച്ചറിയാൻ, അതാണ് അപരോക്ഷമായിട്ട് വരണമെങ്കിൽ എന്ത് വേണം? ഈ രൂപത്തിലുള്ള അഭ്യാസം ഇതിൽ ചെയ്യണം. ആ അഭ്യാസത്തെ ചൊല്ലിക്കൊടുക്കുന്നതാണ് വേദം. വേദമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവേകം. ആ വിവേകത്തെ ഉണ്ടാക്കുക. അല്ലാതെ ആത്മാവിനെ പറ്റി പറഞ്ഞ് ക്ലാസ് എടുത്ത് അതിനെ നമ്മൾ സങ്കല്പിച്ച് മനസ്സ് സങ്കല്പിച്ച് വെച്ച് നമ്മൾ ഇതാക്കാനല്ല പറഞ്ഞത്. ഇതിൻ്റെ വിവേകത്തെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്. അപ്പം നമുക്കും ആ ധാരണ ഉറച്ച്, ആ ബുദ്ധിയിൽ ആ ധാരണ ഇതിൽ ശക്തിപ്പെട്ട് വന്നാൽ ആ ധാരണ ധ്യാനത്തിലേക്കും സമാധിയിലേക്കും കൊണ്ടുപോകും നമ്മൾ പതുക്കെ. അന്യപ്രകാശങ്ങളെ ആശ്രയിക്കാതെയാണ് ഈ ചിത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അന്യപ്രകാശത്തെ ആശ്രയിച്ചാണ് വിളങ്ങുന്നത്. ഈ പ്രകാശം 5 തരം പ്രകാശങ്ങളാണ്. ഏതൊക്കെയാണ്? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതിൽ ഈ 5 പ്രകാശങ്ങളെ കൊണ്ടാണ് ഈ ലോകം പ്രകാശിച്ചിരിക്കുന്നത്. ഈ 5 പ്രകാശങ്ങളെ അറിയുന്നതായിട്ട് ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അതാണ് കണ്ണ്, മൂക്ക് എന്നൊക്കെ പറഞ്ഞ 5 ഇന്ദ്രിയങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങളും ഇതിന് പ്രവർത്തിക്കുന്നു. ഇതിനെ വിട്ടാൽ ഈ ലോകമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇപ്പോൾ ഈ ലോകത്തെ നമ്മൾ അനുഭവിക്കുന്ന ഈ രൂപത്തിൽ ആണോ മറ്റു പ്രാണികൾ അനുഭവിക്കുന്നത്? അല്ലെന്നാണ്. എന്തുകൊണ്ടല്ല ചേച്ചി? കാരണം അവർക്ക് ഇന്ദ്രിയങ്ങളുടെ കുറവുണ്ട്. ഏകകോശ ജീവിയായ അമീബയും ഈ ലോകത്ത് അതിനും ഒരു ഭാവനയുണ്ട്. ഈ ലോകം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലേ? എല്ലാ ജീവികൾക്കും ഈ ലോകത്തെപ്പറ്റി ഒരു ഭാവനയുണ്ട്. ലോകം അല്ല അവരുടെ ഭാവനയിലുള്ളത്, അവർ സങ്കല്പിച്ച ഒരു ലോകമാണ് അത്. അതാണ് സത്യം. സത്യത്തിലുള്ള ലോകം ബ്രഹ്മമാണ്. അതാണ് അതിൻ്റെ പരമാർത്ഥം. പക്ഷെ അതിനെ അറിയത്തക്ക വ്യാപ്തി നമുക്കില്ല. അതിന് കാരണം ഈ മനസ്സ് ബലിഷ്ഠമായിട്ട് ഇതിലൊക്കെ കിടന്ന് പരതി വികാരപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ശുദ്ധിയില്ല. മനസ്സിൻ്റെ ശുദ്ധി പോകുന്നതുകൊണ്ട് നമ്മളുടെ പ്രജ്ഞയ്ക്ക് ക്ഷീണം സംഭവിക്കുന്നു. ബുദ്ധിക്ക് ക്ഷീണമായി പോയി. അപ്പോൾ ആ പ്രജ്ഞയെ നമുക്ക് ഉദ്ധരിക്കണം. എന്ത് ചെയ്യണം? ഈ മനസ്സിൻ്റെ ഈ ദുർബലതയെ നമ്മൾ ശമിപ്പിക്കണം. അതിൽ മാത്രമേ നമുക്ക് പറഞ്ഞു തന്നുള്ളൂ.
ഈ വ്യവഹാരത്തെ നീ നിലപ്പിച്ചാൽ ഈ ആവരണത്തെ ഞാൻ മാറ്റിത്തരാമെന്ന് ഗുരുവാര് ഗുരുക്കന്മാർ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആവരണത്തെ മാറ്റുന്ന ആളുകളായിട്ടാണ് ഗുരുക്കന്മാർ നിൽക്കുന്നത്. വ്യവഹാരം ഏതാണ്? നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നതല്ലേ അതെന്നോ ഇതെന്നോ, അതൊക്കെ എല്ലാത്തിലും കിടന്ന് സത്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് മനസ്സെപ്പോഴും വികാരപ്പെട്ട് അതിനെ ചലിച്ച് അതിൻ്റെ പ്രത്യേകതയായിരിക്കുന്ന എന്താ പറയും, ആ ഏകാഗ്ര തന്മയും പോയി, ആ ശുദ്ധിയും പോയി. ഈ രണ്ടും പോയി നിൽക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ മനസ്സുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ഉപശമിപ്പിക്കാനായിട്ട് വേദം പറഞ്ഞു, ഈ മനസ്സിനെ ശുദ്ധിയാക്കണം. അന്ധക്കരണ ശുദ്ധി എന്നാണ് പറയുന്നത്. അതിന് വേണ്ടത് എന്താണ്? സോപ്പോ പൗഡറോ ഇട്ട് കഴിവല്ല. വിവേകം കൊണ്ടാണ് ഇതിന് ശുദ്ധിയാക്കാനുള്ളത്. ആ വിവേകത്തെയാണ് ശ്രുതി ഉപദേശിച്ചുകൊണ്ട്. മറ്റേതൊക്കെ എളുപ്പമായിരുന്നു. ഒരു ഇതിൽ അഴുക്ക് പിടിച്ചാൽ നമ്മൾ സോപ്പും പൗഡറും ഇട്ടൊക്കെ കഴുകിയെടുക്കാമായിരുന്നു. ഇവിടെ ഇത് ശാസ്ത്രം തന്നെ പറഞ്ഞിരിക്കുന്നു, കണ്ണാടിയിൽ പറ്റിയ അഴുക്കിനെ വേണമെങ്കിൽ നമുക്ക് സോപ്പും പൗഡറും പിന്നെ ഇതൊക്കെ വെച്ച് ബ്രഷും ഒക്കെ വെച്ച് കഴുകാം. പക്ഷേ സ്ഫടികത്തിൽ കലർന്നിരിക്കുന്ന കറുപ്പ് നിറം അതെങ്ങനെ കഴുകാൻ പറ്റും? കഴുകാൻ പറ്റില്ല. കാരണം എന്താണ്? അതിൽ കലർന്നിട്ടില്ല. പിന്നെ അത് വെറുതെ തോന്നിയിരിക്കുന്നതാണ്. അങ്ങനെ തോന്നിയിരിക്കുന്നതാണെങ്കിൽ അതെങ്ങനെ മാറ്റും? കേവല വിവേകം കൊണ്ട് തന്നെ മാറ്റാം. അത് മാറ്റാനായിട്ട് പ്രവർത്തിക്കുന്ന യജ്ഞമെല്ലാം മൂഢത്തരം എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിലല്ലേ അത് മാറ്റേണ്ടതുള്ളൂ, അല്ലേ? അതുകൊണ്ട് പരമമായിട്ടുള്ള ആ ധാരണയാണ് ഇപ്പോൾ പറയുന്നത്. മഹത്തുക്കളെ സംബന്ധിച്ച് അവരൊന്നും ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ലോകമൊക്കെ തോന്നുമെങ്കിലും അവരിൽ സ്പർശിക്കുന്നില്ല. അവരെങ്ങനെ ഇരിക്കുന്നു? സ്ഫടികം പോലെയാണ് ഇരിക്കുന്നത്. സ്ഫടികത്തിലെല്ലാം ചേരുന്നുണ്ടെങ്കിലും ഒന്നും അതിൽ ചേർന്നിട്ടില്ല. ഇത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇതെല്ലാം നമ്മൾ ചേർന്ന പോലെയാണ് ഇരിക്കുന്നത്. അതെങ്ങനെ അറിയാം? അതുകൊണ്ടല്ലേ നമുക്ക് ദുഃഖം ഉണ്ടാവണം. നമുക്ക് പറഞ്ഞില്ല, മനസ്സിൽ ഖേദം ഉണ്ടാവുന്നു, ദുഃഖം ഉണ്ടാവുന്നു, ഒരാൾ ഡെസ്പാവുന്നു, ചാടങ്ങ് പോകുന്നു. ഇത്ര വലിയ ആളുകളാണ്. പണ്ട് എല്ലാവർക്കും ഉണ്ട് ഇത്. ഹനുമൽ സ്വാമിക്കുണ്ടായിരുന്ന ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വാമി അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ദീനനായി ഭവിക്കും. അപ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് ഉയർത്തണമെന്ന് കരുതി സുഗ്രീവൻ വന്ന് പറയൂ, നിങ്ങൾ ആരാണെന്നറിയാമോ? നിങ്ങൾ ആ മരുത്തോ മല വരെ ചുവന്ന് ഇവിടെ കൊണ്ടുവന്ന ആളാണ്, ചില്ലറ ആളല്ല. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പുകഴ്ത്തിയാൽ ചിലർക്ക് ഇത് തൻ്റെ ആ ഒരു ഉണർവിലേക്ക് അവർ വരുള്ളൂ. അല്ല, നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല. പക്ഷേ നമ്മൾ ഡെസ്പായിരിക്കുകയാണ്. അപ്പോഴും ഒരാളുടെ എങ്ങനെ ഉയർത്താം? അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പോഴും ശരിയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലേ എന്നുള്ള നിലയിലെങ്കിലും ഉണരാം. ഇപ്പോൾ ഈ രൂപത്തിലാണ്. മറ്റേ ആത്മാവിനെ സംബന്ധിച്ച് അത് ഉണർത്തേന്നും വേണ്ട. ഈ മനസ്സിനെയാണ് ഈ സമയത്ത് ഒന്ന് ഉയർത്തേണ്ടത്. കാരണം അത് എന്തോ പറയും, അതങ്ങ് ഇതായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിയായ ജ്ഞാനത്തിലേക്ക് പോകാനായിട്ട് പറ്റാത്തത്. മനസ്സ് വ്യവഹരിച്ച ബുദ്ധിക്ക് അതിൻ്റെ പ്രജ്ഞ പോയി, അതിൻ്റെ ഏകാഗ്രത പോയി, എല്ലാം പോയി. ഇതിനാണ് മനസ്സാണ് എല്ലാത്തിൻ്റെയും മൂല കാരണമായിട്ട് വേദം പറഞ്ഞു. എല്ലാത്തിൻ്റെയും കാരണം ഏതാണ്? മനസ്സ്. ആ മനസ്സാണെങ്കിലോ ഒരു വാസനാവിശേഷത്തിലിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു അറിവ്. ഇതിനോട് ചേരാതിരിക്കുക ചെയ്യാനുള്ള കാര്യം നമുക്കുണ്ട്. സ്വാമി പറയുന്നത് വിഭവസമൃദ്ധമായ ആഹാരം വിളമ്പി വെച്ചിരിക്കുന്നു. അതൊരാൾക്ക് കഴിക്കാതെ ഇരിക്കുക, അല്ലേ? അതൊക്കെ അവരുടെ ചോയ്സാണ്. ഇതിൽ കഴിക്കണോ കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആ ആളാണ്. അല്ലാതെ ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് ഇത് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വിടാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. ഇപ്പം നമ്മളിത് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. വിടാന്ന് വെച്ചാൽ അയ്യോ എനിക്ക് പറ്റില്ല സ്വാമി, അയ്യോ അതൊക്കെ പറ്റില്ല. വിടാന്ന് വെച്ചാൽ വിടാം. അതിൻ്റേതായ രൂപത്തിൽ വിവേകപൂർവ്വം വിടാനും പറ്റും. എല്ലാം വിടാനും പറ്റും, കൊള്ളാനും പറ്റും. ഇങ്ങനെയാണ്. അപ്പോൾ ചിത്തലക്ഷണം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്വാമി പറയാൻ പോണത് ആനന്ദലക്ഷണം. ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചാണ്, നിങ്ങൾക്ക് നേരത്തെ എടുത്ത ക്ലാസ്സാണ്. ആനന്ദലക്ഷണം ഏതെന്നാൽ ഉപാധിയറ്റതായും
കാരണമല്ലെങ്കിൽ തടസ്സമില്ലാത്തതായും നിരതിശയമായും നിത്യമായും ഇരിക്കുന്നത് സുഖമേതോ അത് തന്നെയാണ് ആനന്ദം. ഇനി പറയുന്നത് ദുഃഖലക്ഷണം ഏതെന്നാൽ സുഖത്തിന് എതിരായുള്ളത് ഏതെന്ന് അറിഞ്ഞുകൊള്ളണം. ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികം എന്ന് ദുഃഖം 3 വിധം. എല്ലാവരും ഈ താപത്രയ ദുഃഖത്തിൽ അകപ്പെട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകൾ പറയും എങ്ങനെ സുഖമായിരിക്കുക എന്നുള്ളത് റിസർച്ച് ചെയ്യണം അവർ. അതെങ്ങനെ പറ്റും? നമ്മൾ ദുഃഖത്തിലാണ് വീണ്ടിരിക്കുന്നത്. ഈ 3 തരം ദുഃഖത്താൽ കെട്ടുപെട്ട് കിടക്കുകയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ 3 ദുഃഖങ്ങൾ വന്ന് ചേർന്ന് കഴിഞ്ഞു. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. ഇതാണ് താപത്രയ ദുഃഖം. ഇതിലൊരു സുഖമില്ല. പിന്നെ ആളുകൾ പറയുന്നു വീട് വെച്ച് അതിൽ താമസിച്ചാൽ സുഖം, അല്ലെങ്കിൽ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കി അതിൽ കുളിച്ചാൽ സുഖം. ഇതൊക്കെ നമ്മൾ വെറുതെ കൽപ്പിക്കണം. സുഖമില്ല. ഇതെല്ലാം ദുഃഖപ്രദം. ഇതാണ് സത്യം. ഈ സത്യത്തെ ഉണർന്നുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ജ്ഞാനം കൊണ്ടേ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. വേറെ ഒരു ഉപായവും ഇതിലില്ല. ഉപായങ്ങളെല്ലാം കേവലം വെറുതെ വേറൊരു ഒരു പ്രവചനങ്ങളാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാം, അങ്ങനെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. ജ്യോത്സ്യന്മാരും പറയും അതിന് നിങ്ങളൊരു കാര്യം ചെയ്യും, 108 ദിവസം അല്ല പിന്നെ 41 ദിവസം ഇങ്ങനെ ചെയ്താൽ ശരിയാവും. എവിടെ ശരിയാവാൻ? 41 ദിവസം ചെയ്ത് എന്തോ ഒരു ചെറിയ സങ്കല്പത്തിലുണ്ടായ ഒരു ഇതിൽ കൊള്ളാം ജ്യോത്സ്യരെ എന്ന് പറയും. അത് ഒരാഴ്ച കഴിയുന്നപ്പോൾ തന്നെ പറയും ജ്യോത്സ്യരെ അത് ശരിയായില്ല, പിന്നെയും കുഴപ്പമാണെന്ന് പറയും. അപ്പോൾ വേറൊന്ന് പറഞ്ഞു കൊടുക്കും. ചുരുക്കം പറഞ്ഞാൽ ഒന്നിനും സാധ്യമല്ല ജ്ഞാനത്തിലല്ലാതെ. ഇതാണ് ജ്ഞാനമാണ് എല്ലാത്തിൻ്റെയും പ്രായശ്ചിത്ത രൂപം എന്ന് പറയാൻ കാരണം. ഇവിടെ ആനന്ദത്തെപ്പറ്റി പറയുമ്പോൾ എന്താണ്? ഉപാധി അറ്റതായും എന്തെങ്കിലും ഉപാധി കൊണ്ട് വരുന്ന സുഖത്തെ അല്ല ആനന്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ മൗനെ കണ്ടപ്പോൾ ഉള്ള സുഖം അതല്ല ആനന്ദം. അതുപോലെ കുറച്ച് ധനം കൂടുതൽ കിട്ടിയപ്പോൾ ഉള്ള സുഖം അതല്ല ആനന്ദം. അതെല്ലാം സുഖങ്ങളാണ്. ഇനിയിപ്പോൾ കുറച്ച് പണം കിട്ടുന്നതാണ് സുഖം എന്ന് പറഞ്ഞാൽ പണം കിട്ടിയത് കൊണ്ട് ദുഃഖം ഉണ്ടാകുന്ന എത്ര പേരുണ്ടല്ലേ? അല്ലേ? കാരണം അയ്യോ എനിക്ക് പണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇൻകം ടാക്സുകാരിൽ അവർ വന്ന് അറ്റാക്ക് ചെയ്യും. പിന്നെ മാത്രമല്ല ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്. കൂടുതൽ പണം വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ എന്ന് ദുഃഖം വരുന്നില്ലേ? അപ്പം ഇതിലൊന്ന് ഈ പറയുന്ന രൂപത്തിൽ എന്തിനെങ്കിലും ലബ്ധിയിൽ വരുന്ന സുഖത്തെ അല്ല ആനന്ദം എന്ന് പറയുന്നു. ഈ ആനന്ദത്തെ പറ്റി പറയുമ്പോൾ നിരതിശയമായും നിത്യമായിരിക്കുന്ന സുഖമേതോ അത് തന്നെയാണ് ആനന്ദം. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. തിരുമേൽ സ്വാമി പറഞ്ഞതിൽ ചെറിയൊരു ക്ലിക്ക് എനിക്ക് അപ്പോഴടിച്ചിട്ടുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ തന്നെ ഇതുമായിട്ട് ചേർന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങളെല്ലാം നമുക്ക് തോന്നും. അല്ലാതെ വെറുതെ അല്ല ഇത് പറയുന്നത്. സ്വാമി പറഞ്ഞു നിരതിശയമാണ് ഈ സുഖം, നിരതിശയമായ സുഖം എന്ന്. നമുക്ക് അതിശയം ഉണ്ടാക്കാത്ത സുഖം ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആർക്കെങ്കിലും? അതാണ് നമ്മൾ ഇരിക്കുന്നത്, അതിലാണ്. ആ അതിശയമില്ലാത്ത നിരതിശയമായ സുഖത്തിലാണ് നമ്മൾ വർത്തിക്കുന്നത്. അതിലൊരു അതിശയമാണ് കുറച്ച് ലാഭം, ഒരു ലോട്ടറി അടിച്ചു, അത് ഒരു സുഖം. അതാണ് സുഖം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഏതിലാണ് ഇരിക്കുന്നത്? ഈ നിരതിശയാനന്ദത്തിൽ ഇരിക്കുകയാണ്. സ്വാമിയുടെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അവിടെ ഒരു പ്രത്യേകതകളും ഇല്ല. അത് സുഖമെന്നോ ദുഃഖമെന്നോ പറയാനൊക്കില്ലെന്നേ ഉള്ളൂ. അതാണ് യഥാർത്ഥ ആനന്ദം. അവിടെ ഒരു പ്രത്യേകതകളും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശേഷത. ഇതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ള രൂപത്തിലാണ് സുഖവും ദുഃഖവും ഇതിൽ പൊന്തുകയാണ് ചെയ്യണം. മറ്റേ യഥാർത്ഥത്തിൽ എല്ലാം ആനന്ദത്തിലിരിക്കുകയാണ്, ആനന്ദമായിട്ടിരിക്കുകയാണ്. അത് നിരതിശയമെന്ന് പറയാതെ ആനന്ദമെന്ന് പറയാൻ പാടില്ല. കാരണം എല്ലാ ആനന്ദങ്ങളും സുഖങ്ങളും അതിശയമുള്ളതാണ്. ഇവർ കമ്പാരിഷൻ ഉള്ളതാണ്. ഇത് ചെറുത് വലുത് അങ്ങനെയുള്ള ഒരു കമ്പാരിഷൻ ഇതിലല്ല. ഇതിന് ഈ ആനന്ദത്തിന് അങ്ങനെ ഒരു ഗ്രഡേഷൻ ഇല്ല, ഒരു കമ്പാരിഷൻ ഇല്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും എന്നൊന്നും പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ആനന്ദം. ഇതാണ് നമ്മുടെ രൂപമാണ്, നമ്മുടെ ശരിക്കുള്ള രൂപമാണ്. അപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു? അത് മറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനെ ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ പറയുന്നു ഈ ജ്ഞാനം ഉണ്ടാവുന്ന വിധം പറഞ്ഞു. ആ സത്തിനെ പിടിച്ചുകൊണ്ട് ഈ സത്യം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം പിടിച്ചുകൊണ്ട് ഇത് ആരാണെന്നുള്ള അന്വേഷണം ഇതിൽ പുരോഗമിപ്പിച്ചു കൊണ്ടുവരിക. മറ്റേ ജീവിത കാര്യങ്ങളെല്ലാം കുറേശ്ശെ എല്ലാം ചെയ്യുക. അതിലൊന്നും വിടാനൊന്നും പറഞ്ഞില്ല. ഒന്നും
പക്ഷെ ഇങ്ങനെ ചെയ്തു വരുന്നവർക്ക് ക്രമത്തിൽ ഇതൊരു ശീലമായി വരും. ഇതാണ് ശീലം. ഇതിനാണ് സനാതന ധർമ്മമായിട്ടും ശീലമായിട്ടും പറയുന്നത്. ഇത് പതുക്കെ 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 എപ്പോഴും നമ്മുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം ഇത് പ്രതിഫലിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രാപ്തി പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നുകൂടെ വായിച്ചങ്ങ് നിർത്തിയേക്കാം. നിരതിശയമായി നിത്യമായിരിക്കുന്ന സുഖമേതോ അത് തന്നെ ആനന്ദം. ദുഃഖലക്ഷണം എന്നാൽ സുഖത്തിനെതിരായുള്ളതേന്ന് അറിഞ്ഞുകൊള്ളണം. അങ്ങനെ ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികം എന്ന ദുഃഖം 3. അവകളിൽ ഇന്ദ്രിയങ്ങളാൽ ദേഹത്തിൻ്റെ വാതപിത്ത ശ്ലേഷ്മങ്ങളുടെ അവിദ്യാശക്തിയാൽ ഉണ്ടാകുന്ന വ്യാധി മുതലായ ദുഃഖം ആധ്യാത്മികം. ഭൂതങ്ങളാലും ഭൂതസംബന്ധമായും ആയ പാമ്പ്, പുലി തുടങ്ങിയവയാൽ ഉണ്ടാകുന്ന ദുഃഖം ആദി ഭൗതികം. ദേവതകളാൽ ഉണ്ടാകുന്ന അതിവൃഷ്ടി, അനാവൃഷ്ടി, ഇടിവീഴൽ മുതലായവ ആദി ദൈവികം. ആനന്ദത്തിനും ദുഃഖത്തിനും ദൃഷ്ടാന്തം എങ്ങനെയെന്നാൽ അമൃതമായത് തന്നെ സ്വഭാവമായി സുഖരൂപമായിരുന്നു തന്നെ അനുഭവിക്കുന്ന ജീവന്മാർക്കും സുഖത്തെ കൊടുക്കുന്നു. എന്നാൽ കാളകൂട വിഷം താനേ താപ സ്വരൂപമായിരുന്നു കൊണ്ട് തന്നെ അനുഭവിക്കുന്ന ജീവന്മാരെയും തപിപ്പിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അമൃതം, വിഷം ഇവകൾക്ക് ശബ്ദം മുതലായ 5 വിധങ്ങളാൽ ഒന്നിനൊന്ന് വൈലക്ഷണ്യം എങ്ങനെയോ അങ്ങനെ ആനന്ദലക്ഷണമായിരുന്നു 3 വിധ താപത്രയ രൂപമായ ദുഃഖത്തിൽ എങ്ങനെയില്ലയോ അതുപോലെ ദുഃഖലക്ഷണമായത് എങ്ങനെ ആത്മസ്വരൂപമായ ആനന്ദത്തിനില്ലയോ അങ്ങനെ തന്നെ ശബ്ദാദി 5 വിധങ്ങളാൽ ഇവകളുടെ വൈലക്ഷണ്യത്തെ അറിഞ്ഞുകൊള്ളണം. ഇതിൽ നിശ്ചയിക്കപ്പെട്ട സിദ്ധാന്തം എന്തെന്നാൽ കയറിനെ പോലെ സത്വരൂപം, ആദിത്യനെ പോലെ ചിത്രൂപം, അമൃതം പോലെ ആനന്ദരൂപം. ഞാനെന്ന ശബ്ദത്തിന് അർത്ഥം ആത്മാവ് ആണ്. സർപ്പം പോലെ അനൃതമായും കടം പോലെ ജഡമായും വിഷം പോലെ ദുഃഖമായും ഇരിക്കുന്ന ദേഹേന്ദ്രിയം മുതലായ പ്രപഞ്ചത്തെക്കാൾ വിലക്ഷണനാണെന്ന് ഏവൻ ഗുരുമുഖമായി ആത്മാവിനെ അറിയുന്നുവോ അവനാണ് അസംഗൻ, അവനെ കൃതകൃത്യൻ, അവനെ മുക്തൻ എന്നത് സകല വേദാന്തങ്ങളുടെയും നിശ്ചയമെന്നറിയുക. ഉള്ള ഭാഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് വിശകലനം ചെയ്യണം നല്ലതാണ്. ഇനി ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് പറയാനുള്ള ചോദിക്കാനുള്ള ചോദിക്കുക. എന്തെങ്കിലും ചോദിക്കാനുണ്ട്? രാധിക ചോദിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആത്മസ്വരൂപത്തെയാണ് വിളക്കി പറഞ്ഞത്. സത്യചിത്ത ആനന്ദമാണ് ആത്മാവിൻ്റെ രൂപം. ഇതിൻ്റെ നേരെ വിപരീതമാണ് അനന്തജഡ ദുഃഖം. അതാണ് പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പറയുകയും മറ്റുമൊക്കെ ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് വെറും ഒരു കേൾക്ക മാത്രമല്ല, കാരണം ഇതിനകത്ത് ആ വിചാരം ഇതിൽ ഉത്ഭവിക്കുകയെങ്കിൽ പല കാര്യങ്ങളും ഇത് നല്ലത് തന്നെ ചോദിക്കാം, പല മനസ്സിലായ കാര്യം തന്നെ പറയാം. കൊള്ളാം, അത് ഇങ്ങനെയാണ് എന്നുള്ള രൂപത്തിലും പറയാം, കുഴപ്പമില്ല. സംശയങ്ങൾ എന്ന് പറയുന്നത് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുന്നതിന് അർത്ഥമല്ല. ഇത് സംബന്ധിച്ചുള്ള ഒരു സത്സംഗം, ഒരു പ്രതിപാദം, ഇത്രയേ ഉള്ളൂ. ചിലർ പറയും ഇനി ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചു പോകാതെ ചോദിക്കാതിരി, അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ അർത്ഥം. ഇതിലങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം പോസിറ്റീവാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ അത് അതിൻ്റെ വ്യവസ്ഥാപിതമായ രൂപത്തിലല്ല അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രത്തിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ അറിഞ്ഞു വെച്ചതിനെ തന്നെ അത് ഒന്ന് വ്യവസ്ഥാപിതമാക്കി തരാണ്. മനസ്സിലായില്ലേ? നമ്മൾ പലതും അറിയാം, അറിഞ്ഞുകൂടാതെ അല്ല ആരും ഇരിക്കുന്നത്. കണ്ട രാമായണം വായിക്കാത്തവർ കാണില്ല, ഭാഗവതം വായിക്കാത്തവർ കേൾക്കാത്തവരും കാണില്ല, അല്ലേ? എല്ലാം അറിയാം. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞൂടാ. അതിന് ഈ ശ്രുതി നല്ല അന്തസ്സത്ത വരുന്ന രൂപത്തിൽ ശ്രുതികൾക്കേ പറ്റുള്ളൂ അത് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? സാമാന്യമായൊരു അറിവാണ്, അത് നമുക്ക് പ്രയോജനം ഇല്ല, വലിയ പ്രയോജനം ഇല്ല. വിശേഷമായ ഒരു ജ്ഞാനം, അതല്ലേ പറഞ്ഞ വിശേഷ ജ്ഞാനം, അതാണ് ഈ പറയുന്ന അജ്ഞാനത്തെ നശിപ്പിച്ച് നമ്മളെ രക്ഷിക്കണം. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണഭൂദേശ പ്രസീത കരുണാനിധേ, ഉമാരമണഭൂദേശ പ്രസീത കരുണാനിധേ. എതിർക്കുന്നുണ്ട്. നമസ്കാരം.